ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഴാമത്തെ സമ്മാനവും അവസാനത്തെ ക്ലാസ്സുമാണ് നമ്മുടേത് ഇന്ന്. സമ്മാനം 7, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: 6-ാമത്തെ സമ്മാനത്തെ ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് 7-ാമത്തെ സമ്മാനം തരുന്നത്. അതായത് 3:21, വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അത് പാക്കേജൊന്നുമല്ല, ഒറ്റ സമ്മാനമുള്ളൂ 7-ാമത്തെ സമ്മാനം. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അൾത്താര വണക്കത്തിനായി വിശുദ്ധനെ നൽകും. വിശുദ്ധ പദപ്രഖ്യാപനമൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. വിശുദ്ധ പദപ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ അൾത്താര വണക്കത്തിനായിട്ട് ആണ് ഓരോ വിശുദ്ധരെയും പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുന്നത്. അൾത്താരമുണ്ട്. ഇപ്പം 6-ാമത്തെ സമ്മാനം എന്തായിരുന്നു? 3:12. 3:12 വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിലെ സ്തംഭമാക്കും. അത് ആ സ്തംഭം ഒരിക്കൽ കൂടി ഉറപ്പിച്ച് 7-ാമത്തെ സമ്മാനം തരികയാണ്. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അപ്പോൾ ലോകത്തിൽ ഭൂമിയിൽ ദൈവത്തിന്റെ സിംഹാസനമായി നമ്മൾ കരുതുന്നത് എന്താണ്? ബലിപീഠമാണ്. ബലിപീഠം അല്ലെ? ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനം. ഭൂമി ദൈവത്തിന്റെ കാൽപാദം അല്ലെ? പാദം വയ്ക്കുന്നതാണ് ഭൂമി. ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനമാണ്, പിതാവിന്റെ സിംഹാസനമായിട്ട്. അപ്പൊ ഈ ബലിപീഠത്തിൽ തന്നെയാണ് വിശുദ്ധരെയും ദൈവം നിർത്തുക. അതായത് എന്നോടൊത്ത്. എത്ര വലിയൊരു വാക്യമാണത്! വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും. അപ്പൊ നമ്മൾ ഈ ലോകത്തില് വിജയം വരിച്ചാൽ, ഈ ലോകത്തിലെ മ്ലേച്ഛതകളുടെ മേല്, തിന്മകളുടെ മേല് വിജയം വരിച്ചാൽ നമ്മളെ ദൈവം പറയുന്നു, എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ തന്നെ ഞാൻ ഇരുത്തും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ്? വചനത്തിന് വള്ളിപുള്ളി വ്യത്യാസം വരില്ല. ഇതിൽ കൂടുതൽ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇനി ഞാൻ എൻ്റെ ചെറിയ ചിന്തകളിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ പല നമ്മുടെ പഴയ വിശുദ്ധരെ കുറിച്ച്, അതായത് നമ്മുടെ മതപീഡന കാലത്തെയൊക്കെ വിശുദ്ധരെ നോക്കുകയാണെങ്കിൽ തിളച്ച എണ്ണയിൽ അവരെ ഇടുകയാണ്. തിളച്ച എണ്ണയിൽ ഇടുമ്പോൾ മനുഷ്യരില്ലേ നമ്മളെല്ലാവരും, നമ്മുടെ കൈയൊന്ന് ചട്ടിയെ കൊണ്ട് പൊള്ളിയാൽ നമ്മൾ മൂന്ന് വെക്കുന്ന ആണ് നമ്മൾ അല്ലെ? അതുപോലെ നമുക്ക് പൊള്ളിക്കഴിഞ്ഞാൽ അതുപോലത്തെ വേദനയാണ്. പക്ഷെ എങ്ങനെ ഈ മനുഷ്യർക്ക് സാധിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ ശരിയായിട്ട് സ്വർഗം കാണുവാൻ, നിത്യജീവിതം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കിയാൽ മനുഷ്യര് ഈ ലോകത്തിലെ ഒന്നും അവരെ യേശുകയില്ല. ഒരു സഹനവും അതൊക്കെ അവർക്ക് അങ്ങോട്ടുള്ള മുതൽക്കൂട്ടാണ്. അപ്പൊ ഈ സഹനത്തിന്റെ ആധിക്യം എത്രയുണ്ടോ അത് വീണ്ടും വീണ്ടും പോരട്ടെ എന്ന് പറയും. കാരണം ഈ സഹനത്തിന്റെ ആധിക്യം അനുസരിച്ച് അത് അതുപടി വർദ്ധിക്കുകയാണ് തേജസ് സ്വർഗത്തില്. ഈ അൽഫോൻസാമ ഒരിക്കൽ അതിന് കൂട്ടൊരു സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു എന്നാ പറയുന്നേ, സഹനത്തിന് ഇത്രയേറെ വിലയുണ്ടെന്നറിഞ്ഞെങ്കിൽ ഞാൻ അതൊരിക്കലും ഒരു തരി പോലും നഷ്ടപ്പെടുത്തുകയല്ല. അപ്പോൾ ഒരിക്കലും ഭൂമിയിൽ ഒരു സഹനവും നഷ്ടപ്പെടുത്താത്ത ഒരാളായിട്ടാണ് അൽഫോൻസാമയെ നമ്മൾ വെച്ചേക്കുന്നത്. അൽഫോൻസാമ ഖേദിക്കുകയാണ്, ദൈവമേ, സഹനത്തിന് ഇത്രയും വലിയ വില നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒട്ടും നഷ്ടപ്പെടുത്തുകയല്ലായിരുന്നു. അപ്പോൾ ഈ സഹനത്തെക്കുറിച്ചുള്ള ആർത്തി നമ്മുടെ ആദിമ ക്രൈസ്തവർക്ക് കൊടുത്തത് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് സഹനത്തെ ഉപേക്ഷിക്കുകയും ഈ തിന്മയുടെ വഴിയെ പോവുകയും ചെയ്യുന്നത്? നമുക്ക് സുഖജീവിതത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? സുഖിക്കാൻ, എനിക്കൊന്നെങ്കിൽ പണം നേടാൻ, എനിക്കല്ലെങ്കിൽ അധികാരം നേടാൻ, അതിന് വേണ്ടിയാണ് നമ്മൾ മിക്കവാറും ഈ തിന്മകൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ നേടുന്നതിൻ്റെ ഇവിടെ ഇത് ഉപേക്ഷിച്ച് നമ്മൾ നേടുന്നത് നിത്യജീവിതത്തിൽ ഇപ്പൊ ഈ ലോകത്തിൽ കിട്ടുന്നതിനേക്കാൾ 10 വലിയ നിത്യതയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ശരിയായ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വഴി ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അതാണെന്നോ, സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു സെന്റൻസ് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ഇപ്പോൾ സ്വർഗം എന്ന് പറയുന്ന സ്ഥലം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. അത് സമചതുരമാണ്. അതായത് ഭംഗിയിൽ ഉണ്ടാക്കുന്നതാണ് അല്ലെ സമചതുരം എന്ന് പറയുന്നത്. നീളവും വീതിയും ഉയരവും തുല്യം. 16, 17, 21-ാം അധ്യായത്തിന്റെ 16 മുതൽ നമ്മൾ വായിച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് കാണാം. സ്വർഗത്തിന്റെ ആകൃതി എന്ന് പറയുന്നത്, സ്വർഗീയ നഗരം സമചതുരമാണ്. 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്. അതിന്റെ നീളവും വീതിയും ഉയരവും തുല്യം.
ഇനി ഇതിൻ്റെ മതില്, സ്വർഗീയ നഗരത്തിൻ്റെ മതില് സൂര്യകാന്തം കൊണ്ട് നിർമ്മിച്ചതാണ്. മതിൽ സൂര്യകാന്തം കൊണ്ട് നിർമ്മിച്ചത്. സൂര്യകാന്തം എന്ന് പറയുന്ന രത്നമാണ്. ഇനി ഇതിൻ്റെ നഗരം, നിലം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്നത് മാർബിളാണ്. അപ്പോൾ ഈ മാർബിളൊക്കെ ഇടുന്ന സ്ഥാനത്ത് അവർ തനി സ്വർണം, അത് നല്ല ഊതിക്കാച്ചിയ പൊന്ന് ആയതുകൊണ്ടാണ് സ്ഫടിക തുല്യം നിർമ്മലമായ സ്വർണം കൊണ്ട് ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഈ നഗരത്തിൻ്റെ നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. രത്നങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്: സൂര്യകാന്തം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം, ഗോമേതകം, മാണിക്യം, ചന്ദ്രകാന്തം, പത്മരാഗം, പുഷ്യരാഗം, പവിഴം, വജ്രം, സൗഗന്ധികം. ഇങ്ങനെ 12 തരം രത്നങ്ങൾ കൊണ്ടാണ് മതിലിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം പണിതിരിക്കുന്നത്. എത്രയോ സൗന്ദര്യവും നിർമ്മലവും പ്രകാശമേറിയതുമായിരിക്കും നഗരമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി ഈ നഗരത്തിന് 12 കവാടങ്ങളുണ്ട്. 12 കവാടം, നഗരം ചെറുതല്ല എന്നാണ്. 12 വഴികളാണ് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ ഓരോ കവാടങ്ങളും ഓരോ മുത്തുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുത്തുകൾ കൊണ്ടാണ് കവാടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നഗരത്തിൻ്റെ തെരുവീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ നടപ്പാത അച്ചസ്ഫടിക തുല്യമായ തനിത്തങ്കമായിരുന്നു. ഇതാണ് സ്വർഗത്തിൻ്റെ രൂപമെന്ന് പറയുന്നത്. ഇനി 21-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും: 12 കവാടങ്ങളിൽ 12 ദൂതന്മാരെ കാവൽ നിർത്തിയിരിക്കുന്നു. 12 കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. തുടർന്ന് 12 കവാടങ്ങളിൽ 12 സ്ലീഹന്മാരുടെ, ഈശോയുടെ 12 സ്ലീഹന്മാരുടെ പേരുകളും എഴുതപ്പെട്ടിരിക്കുകയാണ്. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാർ. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതാണ്ടൊന്ന് ഈ വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള ചിത്രം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ തേടുന്നത് ഏറ്റവും സുന്ദരമായ നഗരം, ഏറ്റവും സുഖസൗകര്യമായ ജീവിതം, ഏറ്റവും വൃത്തിയും ഭംഗിയും ധനവും ഉള്ള നഗരം, അതൊക്കെ തേടിയാണ് നമ്മൾ ഇന്ന് യാത്രയാകുന്നത്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലെ ഏതു നഗരം കണ്ടെത്തിയാലും സ്വർഗത്തിൻ്റെ ഒരംശത്തിൽ പോലും അതാകുന്നില്ലെന്ന് ഈ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. തിരുവചനത്തിന് വള്ളിപുള്ളി മാറ്റമില്ല. അല്ലെങ്കിൽ വെളിപാട് എഴുതി വച്ചപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് ഒരു വള്ളിപുള്ളി കൂട്ടാനും കുറയ്ക്കാനും പാടില്ലെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടി യോഹന്നാൻ എങ്ങനെയാണ് സ്വർഗം അല്ലെങ്കിൽ നമ്മുടെ നിത്യ രാജ്യം ഇരിക്കുന്നതെന്ന് വരച്ച് കാണിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുവാൻ നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്കവിടെ കണ്ടുമുട്ടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കാം.